ഇപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ വാണി ദേവി വീട്ടിൽ കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ, MDMA ഒക്കെ കണക്കുകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. എത്രത്തോളമാണ് ഈ യുവാക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമുക്കിപ്പം ഒരു വർഷത്തെ ഒരു കണക്ക് പ്രകാരമൊക്കെ 1000-ന് പുറത്ത് കഞ്ചാവൊക്കെയാണ് ഇവിടെ വിൽപ്പനയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ഒരു കണക്കൊക്കെ പറയുകയാണെങ്കിൽ 22,000-ലേറെ പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. നമുക്കറിയാം ഇപ്പോഴും പല ആളുകളും ജയിലിലും മറ്റുമൊക്കെ കഴിയുന്നുണ്ട്. ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നീടും ഇവർ ഇതിനൊരു കാരിയേഴ്സൊക്കെ ആയി പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ തന്നെയാണ്. ഈ ജയിലുകളൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററായി മാറുകയോ അല്ലെങ്കിൽ അവിടെ ഒരു പഠനം നടക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഹോം എന്നൊരു രീതിയിലേക്കൊന്നും നമ്മുടെ ജയിലുകളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇതുപോലെ MDMA-യുമായിട്ടോ ഒക്കെ പിടിയിലാകുന്നവരൊക്കെ തന്നെ പലപ്പോഴും കാരിയേഴ്സ് മാത്രമല്ല, ഇവർ വളരെയധികം ഇത് ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിഅഡിക്ഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഈ പിടിക്കപ്പെടുന്ന കേസുകളിൽ എത്ര ശതമാനം ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നോക്കണം. പലപ്പോഴും ഇവര് അറസ്റ്റിലാവും, ജാമ്യം കിട്ടിപ്പോരും. അല്ല എന്നുണ്ടെങ്കിൽ റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യം കിട്ടും. വലിയ കാര്യമായ ശിക്ഷയൊന്നും നടന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ധാരാളം പേർ പുറത്തുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചികിത്സാപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവയർനെസ് മുതൽ തുടങ്ങേണ്ടുന്നതാണ്. സമൂഹത്തിൽ ഇത് ഉണ്ട് എന്ന് മാത്രം പറയല്ല, എങ്ങനെ അതിനോട് നോ പറയണം. ഏത് കാര്യത്തിനോടും നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ദോഷമായി വരുന്ന രീതിയിലുള്ള ഏതൊരു കാര്യത്തിനോടും എങ്ങനെയാണ് നോ പറയേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് സമൂഹം ഒന്നടങ്കം അവെയർ ആയിരിക്കണം. കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല ഇന്നുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് അഡൽട്സും സമൂഹവും കുട്ടികളും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഈ പറയുന്ന ഡ്രഗ്സിനെ കുറിച്ചുള്ള അവയർനെസ്, അതിന്റെ ദോഷവശങ്ങൾ കുട്ടികളെ പ്രത്യേകിച്ചും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടുന്നതാണ്. അവയർനെസ് ക്യാമ്പയിൻസ് വെറും ഒരു ടിക്ക് മാർക്ക് ആക്ടിവിറ്റി ആയിട്ട് നടക്കാതെ റെഗുലർ പ്രോസസ് ആയിട്ട് അവരുടെ മൂല്യങ്ങളിലേക്ക്, അതായത് മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന മോറൽ സൈഡ് അല്ലെങ്കിൽ മൂല്യങ്ങളിലേക്ക് എത്തിക്കപ്പെടേണ്ടുന്നതുണ്ട്. അപ്പൊ അതിനൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമുക്ക് വേണ്ടതായിട്ടുള്ളത്. പിന്നെ അവരെ അവരുടെ മറ്റ് മേഖലകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് കഴിവുള്ള ഏരിയകളിൽ പ്രോത്സാഹിപ്പിക്കാനും കുട്ടികളെ അംഗീകരിക്കുന്നുണ്ട്. കുട്ടികളെയും കൗമാരക്കാരെയും അവരെ അംഗീകരിക്കാൻ റെഡിയാണ് എന്നുള്ള നിലയിലുള്ളൊരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ടാവണം. ഇനി ഇതിലേക്ക് വീണുപോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും അതിനോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷൻ പ്രൊസീജിയേഴ്സുമാണ് നൽകേണ്ടത്. ഇവിടെ പലപ്പോഴും കാണുന്നത് ചെറിയ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോ എത്രയാണ് 5 ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം കഞ്ചാവ്, അപ്പൊ നിയമത്തിന് താഴെ അല്ലെങ്കിൽ ചെറിയ ശിക്ഷ മാത്രം കിട്ടുന്ന വിധത്തിൽ എന്നൊക്കെയുള്ള നിലയിൽ ഒരുപാട് പേരെ ഇതുപോലെയുള്ള മയക്കുമരുന്നുകളും ഒക്കെ വെച്ചിട്ട് പിടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇതും ഒരു നിയമത്തിന്റെ ലൂപ്പ് ഹോളാണ്. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കരുത്. ഇത് കൈവശം വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ശിക്ഷ കുറച്ചും കൂടി കൂട്ടേണ്ടുന്നത് ആവശ്യമാണ്. ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റീഹാബിലിറ്റേഷൻസ് ഉണ്ടാവണം. പക്ഷെ ഇന്നത്തെ നമ്മുടെ സംവിധാനത്തിൽ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സംവിധാനം നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈൽഡായിട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ പലപ്പോഴും നമ്മൾ വാർത്തകൾ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കേൾക്കുന്നതാണ് ഈ ജയിലിനുള്ളിലെ ഇതുപോലെയുള്ള മയക്കുമരുന്നുകളുടെയും കഞ്ചാവിന്റെയും ഒക്കെ ഉപയോഗത്തിനെ കുറിച്ച്. അപ്പൊ അവിടെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതിന് മുന്നേ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ജയിലിനുള്ളിലേക്ക് പ്രവേശനം സാധ്യമായിട്ടുള്ളവർ പരിശോധന കൂടാതെ കടന്നു പോകുന്നത് കൊണ്ടോ പരിശോധിക്കുന്നവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടോ ആയിരിക്കുമല്ലോ ഇതുപോലെയുള്ള സാധനങ്ങൾ വീണ്ടും അവർക്ക് അവൈലബിൾ ആവുന്നത്. അത് കർശനമായി നിർത്തലാക്കാനും അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കെൽപ്പുള്ള ഓഫീസേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവേണ്ടുന്നത് അത്യാവശ്യമാണ്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.